ഗൈസ്, സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കന്നി കഥ കൊണ്ടാണ്. ഈ കഥ തുടങ്ങുന്നത് നമ്മൾ 3 പേരും ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമാണ്. ഫുഡ് എന്ന് കേട്ടാൽ വണ്ടി എടുക്കുന്ന നമ്മൾ 3 പേരും അന്ന് മുതൽ കന്നി കുടിക്കാൻ പോകണം എന്ന് പ്ലാൻ തുടങ്ങിയെങ്കിലും കന്നിക്കട ദൂരം കൂടുതലായോണ്ടോ പ്ലാൻ ഒന്നും വിചാരിച്ച പോലെ നടക്കാത്തതുകൊണ്ടോ 3 വർഷങ്ങൾ വേണ്ടി വന്നു ലാസ്റ്റ് ഇവിടെ എത്താൻ. ഈ കഥയിലെ കന്നി സ്പോട്ട് പയ്യന്നൂർ കാസർഗോഡ് ഇടയിലുള്ള പടന്നയിലെ കന്നി ഹട്ടാണ്. കാണാൻ കള്ളുഷാപ്പിന്റെ ലുക്ക് ഉണ്ടെങ്കിലും അതല്ല കേട്ടോ സംഭവം. പുഴയുടെ സൈഡിൽ വരുന്ന ഒരു പഴയകാല വൈബ് തരുന്ന സെറ്റപ്പാണ് ഇവരുടേത്. കന്നി കഥയാണെങ്കിലും കന്നി അല്ല കേട്ടോ നമ്മളെ മെയിൻ ഉദ്ദേശം. ഇവിടെ ലൈവായിട്ട് നല്ല ഫിഷൊക്കെ കിട്ടും. ഫിഷ് റെഡി ആവുന്ന ടൈമിന്റെ ഇടയിൽ മണ്ണിന്റെ കുടുക്കയിൽ നല്ല അടിപൊളി മോര് കുടിച്ച്. പിന്നെ ഇവിടെ ഫിഷിന്റെ കൂടെ കന്നി മാത്രമേ കിട്ടുള്ളൂ. തൈര് ഒഴിച്ച പഴങ്കന്നിയും അത് ഇഷ്ടമല്ലാത്തവർക്ക് ചൂടുകന്നിയും എന്ന ഓപ്ഷനും ഉണ്ട്. ഫ്രണ്ട് ചൂടുകന്നിയാണ് ഓർഡർ ചെയ്തത്. തൈരിനെ പ്രണയിച്ച് ഞാൻ പഴങ്കന്നി ഓർഡർ ചെയ്ത്. സോ എന്നെ പോലെ തൈര് ഒഴിച്ച് കന്നി കുടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഈ നീണ്ടു കിടക്കുന്നതാണ് ചെമ്പല്ലി, പിന്നെ ഒരു പ്ലേറ്റ് ചെമ്മീനും കല്ലുമ്മക്കായും. കന്നി മാത്രമല്ല, അതിന്റെ കൂടെ സൈഡായിട്ട് കപ്പയും പരിപ്പ് കറിയും ചമ്മന്തിയും വറവും ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്പോട്ടിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ പുഴയും ആസ്വദിച്ച് നല്ല മീനും കൂട്ടി കന്നി കുടിക്കാനാവോ. പിന്നെ ഫിഷ് ഐറ്റംസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ചെമ്മല്ലിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. ചെമ്മീനും നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കല്ലുമ്മക്കായി ആണ്. ഒരു കല്ലുമ്മക്കായി എടുത്ത് കഴിച്ച് അതിന്റെ മേലെ ഒരു സ്പൂണ് കന്നിയും കൂടി കുടിച്ച് കേട്ടോ മോനെ സീന് സാധനം. ബട്ട് നമ്മൾ മലയാളീസിന് കൈ കൊണ്ട് കഴിക്കുന്ന ടേസ്റ്റ് ഒരു സ്പൂണ് കൊണ്ടും കിട്ടില്ല, സ്വാഭാവികം. ഫുഡൊക്കെ കഴിച്ച് മീനിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ സ്കെൽറ്റൻ ആണ് ഈ കാണുന്നത്. എരിവിന്റെ മേലെ കുറച്ച് മധുരം വേണമല്ലോ. സോ അവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു ഇളനീർ പുഡിങ്ങും വാങ്ങിക്കഴിച്ച്. നമ്മൾ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത് ഇത്രയും ദൂരം വന്നത് നമുക്ക് വേർത്തായിട്ട് തോന്നി. സോ ഇതാണ് ഗൈസ് നമ്മുടെ കന്നി കഥ. അപ്പൊ എങ്ങനെയാ, കുറച്ച് കന്നി എടുക്കട്ടെ ചേട്ടാ?